ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്നും നല്ല രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി പുഡിംഗ് റെസിപ്പി. ചൈന ഗ്രാസോ മുട്ടയോ ജെലാറ്റിനോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറിൻ്റെ ഇതേ ഒരു മിക്സിൽ ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കോൺഫ്ലോറും പാലും കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റ് ഫോമിലാക്കിയതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 250 ml 2 കപ്പ് പാലാണ് എടുത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവേ. ഇനി നമ്മൾ ഈ പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാവുന്നതാണ്. ഗ്യാസിൽ വെച്ചിട്ട് പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലോറും പാലും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ലതുപോലെ കോൺഫ്ലോർ വേകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തും ഫുള്ളായിട്ട് നമുക്ക് ആ കോൺഫ്ലോറിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നല്ലതുപോലെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നിങ്ങളുടെ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം വേണം നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ട്രേയിലും ഒരു ഗ്ലാസ്സിലുമായിട്ടാണ് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സ് നമ്മൾ ഇനി ഇത് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട, ഒന്ന് തണുത്തതിന് ശേഷം വേണം വെക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് ഓറഞ്ച് ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കണം. നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സ് ഏതാണോ അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ സ്ട്രോബെറിയും ഈ പഞ്ചസാരയും കൂടെ നല്ലതുപോലെ നമുക്ക് വേവിച്ച് ഇതിൻ്റെ ഒരു നല്ലൊരു സിറപ്പായിട്ട് വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിന് പകരം നിങ്ങൾ ഓറഞ്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ കുരുവും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക അതിൻ്റെ നാരും ഒക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ജ്യൂസാക്കി എടുക്കുക. അതിനകത്തേക്ക് വേണം നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ ഇത് സ്ട്രോബെറി നല്ല സിറപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂൺ അളവിൽ നമ്മൾ കോൺഫ്ലോറും ഒരല്പം പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു മിക്സായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാലിൻ്റെ മിക്സിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ ഒരു ടോപ്പിങ്സ് പോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്രീം ഇതിനകത്ത് ഒരുപാട് നമ്മൾ എടുക്കുന്ന ഫ്രൂട്ടിൻ്റെ ഇതല്ല വരേണ്ടത്. നമ്മൾ പാലിൻ്റെ ഒരു കണ്ടൻറ്റാണ് 1/4 ഭാഗത്തോളം വരേണ്ടത്. അതിൻ്റെ മുകളിൽ ഒരു ടോപ്പിംഗ് പോലെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തണുത്ത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ കട്ട് ചെയ്ത പീസസും വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്നത് ഓറഞ്ചോ പൈനാപ്പിളോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോർ ചേർക്കേണ്ടത് അതിൻ്റെ ജ്യൂസിൽ തന്നെയാണ് കേട്ടോ, പാലിൽ മിക്സ് ചെയ്യേണ്ട. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ നോക്കിയാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, 100% ഗ്യാരണ്ടിയുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.